നമ്മുടെ പ്രധാനമന്ത്രിയായ മോദിജി മുതൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് സഹിതം ഉണ്ടല്ലോ, ചോദ്യത്തിന്റെ മുൾമുനയിൽ വന്നൊരു കേസാണ് ജെഫ്രി എപ്സ്റ്റൈൻ ഫയലുകൾ എന്നുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ജെഫ്രി എപ്സ്റ്റൈൻ ഫയലുകൾ, അല്ലെങ്കിൽ ആരാണ് ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറഞ്ഞ മനുഷ്യൻ? ഒന്ന് ചുരുക്കി നോക്കിയാലോ. ഈ വിഷയത്തിന്റെ ഗൗരവം അല്ലെങ്കിൽ വലിപ്പം വെച്ച് നോക്കുമ്പോൾ വളരെ നീട്ടി വലിച്ച് പറയേണ്ട കേസാണെങ്കിലും മാക്സിമം ചുരുക്കി തന്നെ പറയാൻ നോക്കാട്ടോ. അമേരിക്കക്കാരൻ തന്നെയായിട്ടുള്ള ഒരു കോടീശ്വരനാണ് യഥാർത്ഥത്തിൽ ഈ ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറഞ്ഞ മനുഷ്യൻ. പുള്ളി 2019 കോടതിയുടെ വിചാരണയ്ക്ക് തൊട്ടു മുന്നേ ആയിട്ട് ജയിലിൽ വെച്ചിട്ട് മരണപ്പെട്ടതായിട്ട് കാണപ്പെടുകയാണ്. കൊന്നതാണെന്നും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതാണെന്നും ഒക്കെ പുറത്ത് സംസാരമുണ്ട്. ജെഫ്രി എപ്സ്റ്റൈൻ ഈ ജയിലിലെത്താനുള്ള കാരണമാണ് 2005 കാലഘട്ടങ്ങളിൽ 14 വയസ്സുള്ള കുട്ടിയെ പുള്ളി ഹ്യൂമൻ ട്രാഫിക്കിംഗ് ചെയ്തതിൻ്റെയും അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ് ചെയ്തതിൻ്റെയൊക്കെ കാരണം കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ തെളിവ് കാണിച്ചുകൊണ്ട് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ കൊടുത്ത ഒരു കേസിൻ്റെ ആസ്പദമായിട്ട് പുള്ളി 13 മാസത്തേക്ക് കോടതി ശിക്ഷിക്കുകയുണ്ടായി. കരീബിയൻ കടലിൽ പുള്ളിക്ക് സ്വന്തമായിട്ടൊരു ഐലൻഡ് ഉണ്ട്. സെന്റ് ലിറ്റിൽ ജെയിംസ് എന്നാണ് ഐലൻഡിൻ്റെ പേര്. ഈ ഐലൻഡുകളിലേക്ക് പുള്ളി പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ എത്തിക്കുകയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, പീഡോഫൈൽസ് ആയിട്ടുള്ള ആളുകൾ അവിടെ വരികയും അവർക്ക് ഈ കുട്ടികളെ കാഴ്ചവെക്കുകയും ചെയ്യുമായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രിയായ മോദിജിയും അതുപോലെ ഇസ്രായേലും തമ്മിൽ നടന്നൊരു കരാറിൻ്റെ മധ്യസ്ഥനായിട്ട് നിന്നത് ഈ പറയുന്നത് പോലെ പീഡോഫൈലാണെന്ന് കോടതി തന്നെ സ്ഥിരീകരിച്ച ഈ ജെഫ്രി എപ്സ്റ്റൈൻ ആണ് എന്ന് ജെഫ്രി എപ്സ്റ്റൈൻ്റെ തന്നെ ഈ പറയുന്ന PDF അല്ലെങ്കിൽ ഈ പറയുന്ന മെയിലുകളിൽ തെളിവായിട്ട് കാണുന്നുണ്ട് താനും. ഹ്യൂമൻ ട്രാഫിക്കിങ്ങും പീഡോഫൈലിങ്ങും മാത്രമല്ലായിരുന്നു ജെഫ്രി എപ്സ്റ്റൈൻ ഈ പറയുന്ന സെന്റ് ലിറ്റിൽ ജെയിംസ് എന്ന് പറയുന്ന ദ്വീപിൽ നടത്തി വന്നിരുന്നത്. ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ഈ കുട്ടികളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, ക്ലയൻറ്റിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള രീതിയിൽ ഗ്രൂം ചെയ്തെടുക്കുമായിരുന്നു. ഒരു സ്ത്രീയെ, ഒരു കുട്ടിയെ ഏത് രീതിയിലാണ് വളർത്തി ഒരു പുരുഷന് വേണ്ടത് ആ രീതിയിൽ ഈ കുട്ടിയെ ഗ്രൂം ചെയ്ത് കൊടുക്കുമായിരുന്നു ഈ ജെഫ്രി എപ്സ്റ്റൈൻ. ഇങ്ങനെയെല്ലാമുള്ള ഈ ദ്വീപിലേക്ക് എത്തുകയും അതുപോലെ ഈ സെക്സ് റാക്കറിൻ്റെ കയ്യിൽ അകപ്പെടുകയും ചെയ്ത ഒരു സ്ത്രീയായിരുന്നു വിർജീനിയ ജുഫ്രെ എന്ന് പറയുന്ന സ്ത്രീ. പുള്ളിക്കാരത്തി പിന്നീട് മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയും അതിൻ്റെ ആസ്പദമാക്കിയിട്ട് 2018 അമേരിക്കയുടെ തന്നെ പ്രധാനപ്പെട്ട പത്രങ്ങളിലൊന്നായിട്ടുള്ള മയാമി ഹെറാൾഡിൽ ഒരു ആർട്ടിക്കിൾ വരികയും ചെയ്തു. ആർട്ടിക്കിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2005 കാലഘട്ടങ്ങളിലെ കേസിൽ എങ്ങനെയാണ് ജെഫ്രി അല്ലെങ്കിൽ എപ്സ്റ്റൈൻ എങ്ങനെയാണ് പുറത്തു വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ നീതി നിഷേധം നടന്നത് എന്നെല്ലാം കാണിച്ചുകൊണ്ട് കൃത്യമായ ഒരു ആർട്ടിക്കിൾ വരികയുണ്ടായി. അപ്പോൾ ഈ ആർട്ടിക്കിൾ ഭയങ്കര ചർച്ചയാവുകയും പിന്നീട് പബ്ലിക് പ്രോസിക്യൂട്ടർമാരായിട്ടുള്ള കുറച്ച് ആളുകൾ ചേർന്നിട്ട് ജെഫ്രി എപ്സ്റ്റൈനെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും പിന്നീട് FBI ജെഫ്രി എപ്സ്റ്റൈനെ അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത്. ഇതിൻ്റെ എല്ലാം ആകെ തുക എന്തെന്നാൽ ജെഫ്രി എപ്സ്റ്റൈൻ നടത്തി വന്നിരുന്ന എല്ലാ കൊള്ളരുതായ്മയ്ക്കും പുള്ളിക്ക് സ്വന്തമായിട്ട് രേഖകളുണ്ടായിരുന്നു, തെളിവുകളുണ്ടായിരുന്നു. മെയിലുകളായിട്ടും അത് കത്തുകളായിട്ടും അതുപോലെ ഫോട്ടോസ്, വീഡിയോസ്, മറ്റതും മറിച്ചതൊക്കെ ആയിട്ട് തെളിവുകളുണ്ടായിരുന്നു. ഈ തെളിവുകളാണ് ഇപ്പോൾ എപ്സ്റ്റൈൻ ഫയൽസ് എന്നുള്ള രീതിയിൽ പുറത്തു വന്നത്. കോടതി പോലും പെഡോഫൈലാണെന്ന് ചിത്രീകരിച്ച അല്ലെങ്കിൽ സർട്ടിഫൈ ചെയ്തൊരു മനുഷ്യന് ലോക പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥാനമാണ് എപ്സ്റ്റൈൻ ഫയലുകളെ ഇത്രയധികം വിവാദമാക്കുന്നതും അതല്ലെങ്കിൽ ഇത്രയധികം അത്ഭുതപ്പെടുത്തുന്നതും.